ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ദൈവജനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വായിക്കാൻ കഴിയും. അപ്രകാരം ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു സ്വഭാവത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അത് മറ്റൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ മാറാത്തവനാണ്, എനിക്ക് മാറ്റമില്ല. ഇന്ന് ഈ ദൈവജന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന, ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രപഞ്ച സൃഷ്ടാവായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം മാറാത്തവനാണ്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും. ഇന്നും ഞാൻ അനന്യനാണെന്ന് പറഞ്ഞാൽ, എൻ്റെ പൂർവ്വപരിഭാഷ വായിക്കുന്ന ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി ഐ എം ഗോഡ്, നിത്യത മുതൽ നിത്യത വരെ ഞാൻ ദൈവമായി, എനിക്ക് മാറ്റമില്ല. എൻ്റെ കഴിവിനോ, എൻ്റെ ശക്തിക്കോ, എൻ്റെ മിടുക്കിനോ, എൻ്റെ പ്രാപ്തിക്കോ ഒരു മാറ്റമില്ല. പക്ഷെ മനുഷ്യരായ നമുക്ക് മാറ്റമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് മാറ്റമുണ്ട്, നമ്മുടെ ഓർമ്മശക്തിക്ക് മാറ്റമുണ്ട്, നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റമുണ്ട്, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കും, നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിക്കും, വിദ്യാഭ്യാസം കൂടുമ്പോൾ രീതികൾക്ക് മാറ്റം സംഭവിക്കും. എന്നാൽ നാം ആരാധിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് മാറ്റമില്ല. നിത്യത മുതൽ നിത്യത വരെ മാറാത്തവനാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാറ്റമില്ലാത്തവനാണെന്ന്. ശാസ്ത്രത്തിന് അവനെ മാറ്റാൻ കഴിയത്തില്ല, പ്രകൃതി നിയമങ്ങൾക്ക് അവനെ മാറ്റാൻ കഴിയത്തില്ല. അവൻ മാറാത്തവനാണ്. നമ്മൾ വിശ്വസിച്ച പലരും സമയം മുൻപോട്ട് പോയപ്പോൾ നമ്മെ വിട്ട് മാറിപ്പോയി കാണും. സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ നേതാക്കന്മാർ, വ്യക്തികൾ നമ്മെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യാതെ പോയിട്ടുണ്ടായിരിക്കാം. സഹായിക്കാമെന്ന് പറഞ്ഞവർ സഹായിക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. ഓർക്കാമെന്ന് പറഞ്ഞവർ ഓർക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം മാറാത്തവനാണ്. യെശയ്യാ ഉപയോഗിച്ച പദം, ഞാൻ അനന്യൻ, അനന്യൻ. യെശയ്യാ പ്രവാചക പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എവിടെയൊക്കെ ഞാൻ അനന്യനാണ്, മാറാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവിടെ എല്ലാം ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വായിച്ച വാക്യത്തിനകത്ത് കൊടുത്ത പ്രോമിസ്, ഞാൻ മാറ്റമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ, അവിടെ പറയുന്നത് നിങ്ങൾ നരയ്ക്കുവോളം, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ മാറാത്തവനാണ്, എനിക്ക് മാറ്റമില്ല. നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാകും, പക്ഷേ എനിക്ക് വാർദ്ധക്യമില്ല. നമുക്ക് വാർദ്ധക്യം ഉണ്ടാകും, പക്ഷെ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം സൃഷ്ടിച്ച ദൈവത്തിന് വാർദ്ധക്യമില്ല. ആമേൻ. നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഇതെപ്പോഴാണ് പറയുന്നത് അറിയാമോ? ഞാൻ അനന്യനാണ്, ഐ ആം അൺചേഞ്ചിങ് ഗോഡ്, ഞാൻ ചേഞ്ച് ഇല്ലാത്ത ദൈവമാണ്, ഞാൻ മാറ്റമില്ലാത്ത ദൈവമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ആമേൻ. ആദ്യം വായിച്ച വേദഭാഗത്തിനകത്ത് പറയുന്നത്, ഇന്ന് ഞാൻ അനന്യൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? മാറ്റമില്ലാത്ത ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ പ്രവൃത്തിയെ തടയാൻ
നിയമത്തിന് കഴിയത്തില്ല, ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രവൃത്തിയെ, ആ ദിവ്യമായ ദൈവപ്രവൃത്തിയെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. എന്താ പറയുക, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ആർക്കും തടുക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ മാറ്റമില്ലാത്തവനാണ്, ഞാൻ അനന്യനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:12 വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേൽ, എൻ്റെ വാക്ക് കേൾക്ക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ അനുസരിച്ച്, ഞാൻ അനന്യനാണ്, ഞാൻ മാറ്റമില്ലാത്തവനാണെന്ന് സ്വർഗത്തിലേയും പറയുക. പഴയ നിയമത്തിൽ അങ്ങനെ വായിച്ചാൽ പുതിയ നിയമത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യമുണ്ട്. എബ്രായ ലേഖനം 13-ാം വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെ യേശു ക്രിസ്തു എന്തായിരുന്നോ, ശക്തി എന്തായിരുന്നോ, ആ ശക്തി ഇന്നുമുണ്ട്, നാളെയുണ്ട്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഏത് ടെൻസ് എടുത്ത് വെച്ച് നോക്കിക്കോ, യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ ദൈവത്വത്തിന് മാറ്റമില്ല, അവിടുത്തെ ശക്തിക്ക് മാറ്റമില്ല, അവിടുത്തെ അധികാരത്തിന് മാറ്റമില്ല. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരൊക്കെ നമ്മളെ വിട്ടുമാറിയാലും, എന്തൊക്കെ ജീവിതത്തിനകത്ത് സംഭവിച്ചാലും തിരിച്ചറിയുക, നമ്മുടെ ദൈവം മാറാത്തവനാണ്, നമ്മുടെ യേശു മാറാത്തവനാണ്. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് വായിക്കുക. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ചേഞ്ച് ഇല്ലാത്ത ദൈവമാണെന്ന്. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ദൈവം, തികഞ്ഞ വരത്തെ കൊടുക്കുന്ന ദൈവം, പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷ്. പെർഫെക്റ്റ് ഗിഫ്റ്റ്, പെർഫെക്റ്റ് ഗിഫ്റ്റ് സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ നിന്ന് കടന്നു വരുന്നു. ഈ പെർഫെക്റ്റ് ഗിഫ്റ്റ് തരുന്ന ദൈവം മാറാത്തവനാണ്. ഇന്നലകളുടെ ചരിത്രത്തിൽ എന്തെങ്കിലും നല്ല ദാനങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണം, ഇന്നും തരാൻ അവിടുന്ന് ശക്തനാണ്. യതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്തിലൊക്കെയാണ് മാറാത്തവൻ? അവിടുത്തെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. 2 തീമോഥെയോസ് ലേഖനം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസ്യ യോഗ്യമാകുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. മനുഷ്യരല്ലേ? അവിശ്വസ്തത പല സാഹചര്യങ്ങളിൽ, പല കാര്യങ്ങൾക്കകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ നാം അവിശ്വസ്തരായി പാർക്കുമ്പോഴും വിശ്വസ്തനായിരിക്കുന്നൊരു ദൈവത്തെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. എന്താ കാര്യം? തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുന്നതല്ല. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. അവൻ മാറാത്തവനാണ്, അവൻ അനന്യനാണ്. എത്ര തവണ നമ്മൾ അവിശ്വസ്തരായി തീർന്നു, അപ്പോഴെല്ലാം ഒരു ഭാഗത്ത് ദൈവം വിശ്വസ്തനായിട്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്, ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവിടുത്തെ വചനം മാറാത്തതാണ്. അതാ യേശു കർത്താവ് പറഞ്ഞ മത്തായി 24:35, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. ഞാൻ മാറാത്തവനാണെന്ന് പറയുമ്പോൾ, യേശു മാറാത്തവനാണെന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിനു മാറ്റമില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, നമ്മൾ കാല് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറിപ്പോകും, ഉള്ളോട്ട് നോക്കുന്ന ആകാശം മാറിപ്പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അത് ഒഴിഞ്ഞു പോകത്തില്ലെന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 1:20, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാർ അവന് ആമേനെന്ന് തന്നെ. എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ദൈവം ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടോ,
സമയം മാറുന്നതനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ചോദിക്കുക ദൈവത്തോട്, ദൈവമേ ആ പ്രോമിസ് നടക്കുമോ? ദൈവം പറയും യെസ് യെസ്. സഹോദര, ആ പ്രോമിസ് നടക്കും കേട്ടോ. സഹോദരി, എന്നോട് പറഞ്ഞ പ്രോമിസ് നടക്കും. തലമുറയോട് പറഞ്ഞ ദൂത് നിവർത്തിയാകും. നീ കേട്ടത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും, നീ അനുഭവിക്കും. കാരണം പറഞ്ഞത് ദൈവമാണ്. വാഗ്ദത്തത്തിന് ഒരു മാറ്റവും ഇല്ല. യേശു കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നടക്കുമോ? നടക്കും. കാലം എത്രയായി? സംശയിക്കേണ്ട, നടക്കും. പറഞ്ഞത് വാഗ്ദത്തം, പ്രോമിസ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതൊരു പ്രോമിസാണ്. നടക്കുമോ? നടക്കും. യെസ്, ആമേൻ. പറഞ്ഞാട്ടെ. എന്നോട് ദൈവം പറഞ്ഞ, നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലെന്ന് പറഞ്ഞ് എന്നോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നടക്കും. യെസ്, നടക്കും. കാരണം പറഞ്ഞത് മാറാത്തവനാണ്. നിത്യത മുതൽ നിത്യത വരെ അനന്യൻ, മാറാത്തവൻ, സ്വഭാവം ത്യജിക്കാൻ കഴിയാത്തവൻ, തൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ഇനി ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പല എഴുതുക, വിശ്വസിക്കുക, സംശയത്തിൻ്റെ സകല കാര്യങ്ങളെ മാറ്റുക. നിയമം ദൈവത്തിന് വിഷയമല്ല, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ ദൈവത്തിന് വിഷയമല്ല. കാരണം നീ സേവിക്കുന്ന ദൈവം, നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം മാറാത്തവനായ ദൈവത്തിൻ്റെ വചനമാണ്. അചഞ്ചലനായ അനന്യനായ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിന് മാറ്റമില്ല. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇതൊന്നും മാറത്തില്ല കേട്ടോ. രാവിലെ തോറും ഓരോ പ്രഭാതത്തിലും ആ ദയ കൊണ്ട് ദൈവം നിന്നെ സഹായിക്കുക, താങ്ങുക. അവിടുന്ന് സഹായിക്കുന്ന ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി നീ നേടുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ കരപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം മാറാത്തവനാണ്? വ്യക്തികൾ മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷെ വചനം മാറത്തില്ല. വിശ്വസിക്കാവോ? ഇപ്പോൾ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ സിറ്റുവേഷൻ മാറും, പക്ഷെ ദൈവം മാറത്തില്ല. നിനക്ക് അനുകൂലമായൊരു സിറ്റുവേഷൻ, നീ നിൽക്കുന്ന രാജ്യത്ത്, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത്, നിൻ്റെ കാര്യത്തിനകത്ത് ഉണ്ടാകും. കാരണം മാറ്റമില്ലാത്ത ദൈവത്തെ നീ വിളിക്കുന്നത്. യഹോവയായ ഞാൻ മാറാത്തവൻ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇത്ര ഭയങ്കര ദൈവത്തെ സേവിപ്പാൻ, ഇത്ര വിശ്വസ്തനായ ദൈവത്തെ വിളിപ്പാൻ ദൈവം നമുക്ക് സംഗതി തന്നില്ലേ? വിശ്വാസത്തോടെ ഏറ്റെടുക്കുക ഈ ദൂത്. വിശ്വാസത്തോടെ ഈ വചനത്തിന് ആമേൻ പറ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നാം ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ധൈര്യം നിനക്ക് ലഭിച്ചെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഒരു ബലം നിൻ്റെ ഉള്ളിൽ സ്വർഗം പകർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം നിന്നോട് സംസാരിച്ചിരിക്കുകയാണ്. അവിശ്വസിക്കരുത്, വിശ്വസിക്കുക. പറ, മാറാത്തവനാ. എത്ര തവണ ദൈവസാന്നിധ്യം വിട്ട് അകന്നു പോയപ്പോഴും ഇന്നീ ദൂത് നിന്നെ കേൾപ്പിച്ചെങ്കിൽ അവിടുന്ന് വിശ്വസ്തനാ, നിന്നോട് വിശ്വസ്തനാ. നീ അവിശ്വസ്തയായി പാർത്തപ്പോഴും വിശ്വസ്തനായി നിന്നിൽ ഇപ്പോഴും ഒരു സാധ്യതയുണ്ടെന്നറിഞ്ഞ് വീണ്ടും നിന്നെ തേടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അത് മാറാത്തത്. വിശ്വസിക്കുന്നുവെങ്കിൽ കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം. ഈ ദൂതകത്ത് കയറി വിളിച്ചു പറയണം, എൻ്റെ ദൈവം മാറാത്തവനാണ്, എൻ്റെ കർത്താവ് മാറാത്തവനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കാലം മാറുന്നതനുസരിച്ച്, സമയം മാറുന്നതനുസരിച്ച് മാറ്റുന്നതല്ല ദൈവത്തിൻ്റെ വചനം, അത് മാറാത്തതാണ്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം കേട്ട സകല വ്യക്തികളെയും അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് എൻ്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. അങ്ങ് മാറാത്തവനായി, അങ്ങ് അനന്യനായി ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ അപ്പാ നന്ദി പറയുന്നു. ഞങ്ങൾ അവിശ്വസ്തരായി പാർത്തപ്പോഴും അങ്ങ് വിശ്വസ്തനായി പാർത്തു. അങ്ങയുടെ വചനത്തിന് മാറ്റമില്ല, അങ്ങയുടെ സ്വഭാവത്തിന് മാറ്റമില്ല, അങ്ങയുടെ ശക്തിക്ക് മാറ്റമില്ല, അങ്ങയുടെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല. ഈ വചനം കൊണ്ട് എൻ്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച സകല വ്യക്തികളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്.
ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.